ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഊട്ടിയിലെ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ട്രിപ്പിലാണുള്ളത്, ഊട്ടിയിലാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത് ഊട്ടിയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ദൂരെയാണ് ഈ ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഈ ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു കന്നഡ വേർഡാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തെറ്റായിട്ടാണ് പറയുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞ കന്നഡ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയ മല എന്നാണ്. അപ്പോൾ അതുപോലെ വലിയ ഒരു മല തന്നെയാണ് ഈ ഒരു ദൊഡ്ഡബേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്കുകളിൽ ഒന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു ദൊഡ്ഡബേട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഹയസ്റ്റ് പീക്കാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 360 വ്യൂവിൽ നമുക്ക് ഊട്ടി ഫുള്ള് കാണാൻ സാധിക്കും. അവിടെ ഒരു ടെലസ്കോപ്പിക് വ്യൂ ഉണ്ട്, ടെലസ്കോപ്പ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാ സ്ഥലവും നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആൾക്കാർ പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ക്ലൈമറ്റ്, ആ ഒരു മിസ്റ്റ്, പിന്നെന്താ പറയുക, ഒരു ചില്ലായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, അത് തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. നിങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും എന്തുമാത്രം മിസ്റ്റാണ് അവിടെ ഉള്ളതെന്ന്. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തന്നെ വളരെ ലേറ്റാണ്. ഇതൊരു 7 മണി സമയത്താണ് ഇത്രയും മിസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആലോചിക്കണം. 7 മണി 8 മണി സമയത്താണ് ഞങ്ങളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. നിങ്ങൾ ഏറ്റവും ഏർലി ആയിട്ട് പോകണം. ഏർലി ആയിട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ സാധിക്കുള്ളൂ. ആ ഒരു മിസ്റ്റ് അതെല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പോകണം. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്, ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ബസ്സും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ കാറ് പോകാം, ബൈക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ടാക്സി വിളിച്ചിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓട്ടോ പിടിക്കാവുന്നതാണ്. വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നല്ലപോലെ എന്താ പറയുക, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് അവിടെ വണ്ടി ഓടിക്കാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ സ്വന്തം ബൈക്കിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ പെട്രോൾ തന്നെ അടിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളുടെ പെട്രോൾ ഡ്രൈ ആകാനും കട്ട പിടിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവിടുത്തെ പെട്രോൾ തന്നെ അടിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലോത്തിങ് ആക്സസറീസ് ഉണ്ട്. പിന്നെ സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന പോലെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, തൊപ്പികൾ, പിന്നെ ക്ലൈമറ്റിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഗ്ലൗസുകൾ, ക്യാപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ചെവി അടയ്ക്കാൻ വേണ്ടിയിട്ട്, കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ കൈപ്പിടിക്കുക. പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഗ്ലൗസ്, ചെവി മറയ്ക്കാനുള്ള, ചെവി കവർ ചെയ്യാനുള്ള എന്തെങ്കിലും സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും, അതുപോലെ തലയിൽ തൊപ്പി, ഇത് 3 നിർബന്ധമാണ്. കാലിൽ നല്ല സോക്സും ഷൂ ഇടുക. അതാണ് അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നല്ല തണുപ്പായിരിക്കും. നമ്മൾ സ്വെറ്ററൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചില്ലായിട്ട് പെട്ടെന്ന് തണുപ്പ്, കുറേ കാലത്തേക്ക് തണുപ്പൊന്നും അടിക്കാത്ത ഒരാൾക്കാണെങ്കിൽ കുറച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കൈയെല്ലാം നമ്മുടെ മരവിച്ച് പോകും, കൈയും കാലൊക്കെ മരവിച്ച് പോകും. അപ്പോൾ കാലിൽ സോക്സും കയ്യിൽ ഗ്ലൗസും ഇടാൻ മറക്കാതിരിക്കുക. ഞങ്ങൾ ഷൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഗ്ലൗസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരും. അവിടെ പിന്നെ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യം. പിന്നെ തൊപ്പി വയ്ക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ അവിടെ ഭയങ്കരമായിട്ട് മിസ്റ്റ് ഉള്ളത് കാരണം തന്നെ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കും. അതായത് മിസ്റ്റ് മെൽറ്റായ പോലെ എന്താ പറയുക, വെള്ളം വീണുകൊണ്ടിരിക്കുക. അതായത് ഒരു ചെറിയ മഴ, ചാറ്റൽ മഴ പെയ്യുന്ന പോലെ ഉള്ളൊരു ക്ലൈമറ്റാണ് എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും മഴ പെയ്യുന്ന പോലെ ഉണ്ടാവാം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ കുട ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഒരു ക്യാപ്പ് വെക്കുക, അല്ലെങ്കിൽ ഷാൾ കൊണ്ട് തല പൊതിയേണ്ടി വരും. പക്ഷേ ഷാൾ കൊണ്ട് പൊതിഞ്ഞാലടക്കം നല്ല വലിയ തുള്ളികളാണ് വീഴുക. ശരിക്കും മഴ പെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. മിസ്റ്റാണ്, പക്ഷേ മഴ പെയ്യുന്ന പോലെ ഉണ്ടാവുക. അതുകൊണ്ട് ക്യാപ്പ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്ലൗസ് മറക്കാതിരിക്കുക. ഗ്ലൗസ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പോലും പിടിക്കാൻ കഴിയില്ല, കൈ ഫ്രീസായിട്ട്.
അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ റേറ്റൊക്കെ കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മുകളിൽ കഴിക്കാനുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഫുഡൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. മേലെ ഈ ഒരു ടെലസ്കോപ്പ് ഹൗസിൻ്റെ മേലെ ചെറിയൊരു ചായക്കട പോലുള്ള സംഭവങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കടിയും കാര്യങ്ങളും അങ്ങനെ പഴംപൊരി ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. എന്നാൽ വലിയ ബഡ്ജറ്റിൽ കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ താഴെ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് വരെയും ലൈറ്റായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഫ്രൂട്ട്സ് കട്ട്, അതുപോലെ ചോളം പൊരിച്ചത്, അതുപോലെ മസാല, എന്താ പറയുക, ബേൽപൂരി, അങ്ങനെയുള്ള അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ കിട്ടുമെന്നല്ലാതെ വലിയ രീതിയിലുള്ള ചോറ്, ഊണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ലൈറ്റായിട്ട് ഫുഡ് നിങ്ങൾ കരുതുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് റേറ്റ്, അന്ന് ടൂറിസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് അത്യാവശ്യം വേണ്ടത് ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഊട്ടിയിൽ പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ വെള്ളമൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ വെള്ളം കരുതുന്നതായിരിക്കും നല്ലത്. ഊട്ടിയിൽ വാങ്ങിക്കാൻ കിട്ടുക 5 ലിറ്ററിൻ്റെ ക്യാൻ മാത്രമാണ് നിങ്ങൾക്ക് വെള്ളമായിട്ട് വാങ്ങിക്കാൻ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബോട്ടിലോ ഗ്ലാസ്സോ കൈ പിടിക്കുകയാണെങ്കിൽ മിക്കയിടത്തും ഈ കോയിൻ ഇട്ടിട്ട് വെള്ളം എടുക്കുന്ന ഒരു സംവിധാനം അവരുടെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ വെള്ളം ശേഖരിക്കാവുന്നതാണ്. പക്ഷേ അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ വെള്ളം ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടില്ല. 5 ലിറ്ററിൻ്റെ വെള്ളം ബോട്ടിൽ മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ക്യാരി ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് മുകളിൽ വരെ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ഭയങ്കര സ്ലോ ആയിരിക്കും അവിടുത്തെ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ഭയങ്കര ചെറിയ റോഡാണ്. പിന്നെ സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ വളരെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എർലി എത്ര നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നന്നായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.